നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ജിദ്ദയിലെ ചേരി പ്രദേശങ്ങളിലെ അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്ന നടപടി പുനരാരംഭിച്ചു. ജിദ്ദ നഗരത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനും ചേരി പ്രദേശങ്ങൾ വികസിപ്പിക്കുന്നതിനും വേണ്ടിയാണ് കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നത് എന്നാണ് വിവരം. ജിദ്ദ നഗര വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സമിതിയാണ് പൊളിച്ചു നീക്കൽ നടപടി പുനരാരംഭിച്ചതായി അറിയിച്ചിരിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്ന നടപടികൾ ജിദ്ദ മുനിസിപ്പാലിറ്റി ആരംഭിച്ചത്. ആദ്യഘട്ടമെന്ന രീതിയിൽ ചേരി പ്രദേശങ്ങളിലെ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റാനും അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനുമാണ് മുനിസിപ്പാലിറ്റി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഷറഫിയ, കന്തറ, ബാബുമക്ക, ബലദ് തുടങ്ങിയ 22ഓളം പഴയ ഡിസ്ട്രിക്റ്റുകളിലെ 100 കണക്കിന് കെട്ടിടങ്ങളാണ് ഇതിനകം അധികൃതർ പൊളിച്ചു മാറ്റിയത്. നഗര സൗന്ദര്യവൽക്കരണത്തിനും വികസനത്തിനും വേണ്ടിയാണ് അനധികൃത നിർമ്മിതികൾ നീക്കം ചെയ്യുന്നതെന്നാണ് മുനിസിപ്പാലിറ്റിയിലെ അധികൃതർ അറിയിക്കുന്നത്. അതിനിടെ പെരുന്നാളിന്റെ സമയത്ത് കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്ന നടപടികൾ അധികൃതർ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. അതാണിപ്പോൾ പുനരാരംഭിച്ചിരിക്കുന്നത്. 12 ഡിസ്ട്രിക്റ്റുകളിലെ പഴയ കെട്ടിടങ്ങൾ കൂടി നീക്കം ചെയ്യാനുള്ള ജോലികൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം. മുൻതസഹാബ്, ഗുവൈസ, ഉമ്മുസലം എന്നിവിടങ്ങളിലെ പല കെട്ടിടങ്ങളും പൊളിച്ചു മാറ്റുന്നതിൽ ഉൾപ്പെടും. ഇതിന്റെ മുന്നോടിയായി പൊളിച്ചു മാറ്റാൻ പോകുന്ന കെട്ടിടങ്ങളിലെ താമസക്കാരോട് മാറി താമസിക്കാൻ അധികൃതർ അറിയിപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട കെട്ടിടത്തിന്റെ ഉടമകൾക്കും താമസക്കാർക്കും ചേരി വികസന കമ്മിറ്റി നോട്ടീസും നൽകാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സ്ഥലങ്ങളിലെ പൊളിക്കൽ ജോലികൾ 2021 ഡിസംബർ 16-നാണ് ആരംഭിച്ചത്. ഓഗസ്റ്റ് 27-ന് പൊളിക്കൽ ജോലികൾ പൂർത്തിയാക്കുമെന്നാണ് വിവരം. വിശുദ്ധ റമദാനിൽ നഗരവാസികളുടെ സൗകര്യം മാനിച്ച് പൊളിക്കൽ ജോലികൾ താൽക്കാലികമായി നിർത്തിവെക്കുകയാണ് ഉണ്ടായത്. റമദാന് മുമ്പായി നഗരത്തിലെ 22 ഡിസ്ട്രിക്റ്റുകളിൽ പൊളിക്കൽ നടപടികൾ പൂർത്തിയാക്കിയിരുന്നു. എന്തായാലും ജിദ്ദയിലെ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നത് പ്രവാസികൾക്കും ഇപ്പോൾ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്.